ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം 36. ഒരുവരുമില്ല നമുക്കു നീയൊഴിഞ്ഞി ഒരു തുണ താണ്ഡവമൂർത്തി പാർത്തലത്തിൽ സ്മരഹര സാംബ സദാഭിനീ തെളിഞ്ഞി ഒരു കൃപ നൽകുകിലെന്തു വേണ്ടു പിന്നെ. നീയല്ലാതെ എനിക്കാരും ആലംബമില്ല. തുണ സഹായം. പാർത്തലത്തിൽ ഭൂമിയിൽ. സദാഭി എല്ലായ്പ്പോഴും. കൃപ ദയ. താണ്ഡവമൂർത്തേ സ്മരഹര സാംബ എനിക്ക് ഈ ഭൂമിയിൽ നീയൊഴികെ വേറെ ആരും സഹായമായിട്ടില്ല. നീ എന്നിൽ സന്തുഷ്ടനായി എന്നോട് കൃപ കാണിച്ചാൽ പിന്നെ എന്താണ് വേണ്ടത്? കാമദേവനെ ചുട്ടരിച്ച് ധർമ്മപത്നിയുമായി കഴിയുന്നവനെ, ഈ ലോകത്ത് താണ്ഡവപ്രിയനായി കഴിയുന്ന അങ്ങല്ലാതെ ഈ ഭക്തനെ ഒരു സഹായമായി ആരും തന്നെയില്ല. അവിടുന്ന് പ്രസന്നനായി എപ്പോഴും കാരുണ്യം കാണിക്കുകയാണെങ്കിൽ അതിലധികം പിന്നെ എന്താണ് കിട്ടുവാനുള്ളത്? സ്മരഹര സാംബ എന്നീ സംബോധനകൾ വിരുദ്ധാർത്ഥം ഉൾക്കൊള്ളുന്നവയാണെന്ന് തോന്നാം. ഗാർഹസ്ഥ്യാശ്രമം കാമത്തെ തൃപ്തിപ്പെടുത്താനല്ല, കാമവാസനയെ ഒഴിച്ചു മാറ്റാനുള്ള സാധനയായിരിക്കണമെന്നാണ് ഈ വിശേഷണങ്ങൾ ധ്വനിപ്പിക്കുന്നത്. തൃപ്തിപ്പെടുത്താൻ നോക്കിയാൽ കാമം വർദ്ധിക്കുന്നതല്ലാതെ ശമിക്കുകയില്ലെന്നാണ് അറിയേണ്ടത്. ശിവൻ ഉമയുമായി അടുത്തെത്തി മനസ്സിന് സമനില നൽകി അനുഗ്രഹിക്കണമെന്നാണ് തുടർന്ന് പ്രാർത്ഥിക്കുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം